വീട്ടമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ട സംഭവത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന വീട്ടുജോലിക്കാരുടെ വധശിക്ഷ ഒഴിവാക്കി കോടതി. വീട്ടമ്മയുടെ കുടുംബവും വിട്ടുവീഴ്ച ചെയ്തതോടെയാണ് ഇവർക്ക് പുതുജീവിതത്തിലേക്ക് വഴി തുറന്നത്. 2010 കേസിന് ആസ്പദമായ സംഭവം. ആഫ്രിക്കയിൽ നിന്നെത്തിയ യുവതി കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ വസതിയിൽ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വീട്ടമ്മ ഇവരെ തോളിൽ തട്ടി വിളിച്ചത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് വീട്ടുജോലിക്കാരി 17 തവണ കത്തി ഉപയോഗിച്ച് വീട്ടമ്മയെ കുത്തുകയും താമസ സ്ഥലത്ത് തീയിടുകയും ചെയ്യുകയായിരുന്നു. വീട്ടിന് തീയിടും മുമ്പ് ആഭരണങ്ങളും പണവും കവരുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ചെറിയ കുഞ്ഞും കൊല്ലപ്പെട്ടിരുന്നു. കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യുവതി 14 വർഷമായി റാസൽ ഖൈമ ജയിലിൽ കഴിഞ്ഞു വരികയാണ്. കെട്ടിട രൂപകൽപ്പന നടത്താൻ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഡിസൈൻ ലാബ് തുറന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. കെട്ടിട രൂപകൽപ്പന, അനുമതി എന്നിവയ്ക്ക് മണിക്കൂറുകൾ മാത്രം മതിയാകും എന്നതാണ് പുതിയ ലാബിന്റെ ഗുണം. കെട്ടിട നിർമ്മാണ അനുമതിക്ക് 5 ദിവസം വരെ എടുത്തിരുന്നത് 8 മണിക്കൂറായി കുറയും. കരാറുകാർക്കും കൺസൾട്ടന്റ്മാർക്കും കെട്ടിടങ്ങളുടെ രൂപകൽപ്പന സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കുമെന്ന് RTOയുടെ ബിൽഡിംഗ്സ് ആൻഡ് ഫെസിലിറ്റി ഡയറക്ടർ ഷെയ്ഖ അൽ ഷെയ്ഖ് പറഞ്ഞു. ദമ്പതികൾ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ ഭാര്യയുടെ കൈയൊടിച്ചയാൾക്ക് ശിക്ഷ വിധിച്ച് ദുബായ് ക്രിമിനൽ കോടതി. ഭർത്താവിന് 3 മാസം തടവ് ശിക്ഷയാണ് വിധിച്ചത്. ശിക്ഷ കഴിഞ്ഞാൽ പ്രതിയെ നാടുകടത്തും. ആക്രമണത്തെ തുടർന്ന് യുവതിയുടെ കൈക്ക് 3% സ്ഥിരവൈകല്യമുണ്ടായതായി കണ്ടെത്തി. 2023 ജൂലൈ 1 ഏഷ്യക്കാരായ ദമ്പതിമാർ തമ്മിൽ വഴക്കുണ്ടായത്. ഡ്രൈവിംഗിനിടെ ഇരുവർക്കുമിടയിലെ വാക്കുതർക്കം രൂക്ഷമാകുകയായിരുന്നു. പ്രകോപിതനായ ഭർത്താവ് ഇടതുകൈ ശക്തമായി വളച്ചൊടിക്കുകയും വാഹനത്തിന്റെ പിൻസീറ്റിലേക്ക് യുവതിയെ തള്ളുകയുമായിരുന്നു. കേരളത്തിന്റെ അഭിമാനമായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞ 1 വർഷം കൊണ്ട് നേടിയത് അതിശയകരമായ വളർച്ച. സിയാലിന്റെ ഓഹരി വില 1 വർഷത്തിനുള്ളിൽ ഇരട്ടിയായി വർദ്ധിച്ചു. 22,700 കോടി രൂപയാണ് വിമാനത്താവളത്തിന്റെ ആകെ മൂല്യമായി കണക്കാക്കുന്നത്. ഓഹരി വിലയുടെ കാര്യത്തിൽ 2023 ഡിസംബറിൽ 230 രൂപയായിരുന്നത് 2024 ഡിസംബറിൽ 475 രൂപയായി ഉയർന്നു. ഏകദേശം 107% ഓഹരി വിലയിലെ വർധനവ്. ഗുരുതര ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ കണ്ടുകെട്ടിയ വാഹനങ്ങൾ തിരിച്ചെടുക്കാൻ ഷാർജയിൽ ഫീസ് ഏർപ്പെടുത്തുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുക, അശ്രദ്ധയോടെ വാഹനമോടിച്ച് അപകടമുണ്ടാക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ തിരിച്ചെടുക്കാനാണ് പിഴയ്ക്ക് പുറമെ നിശ്ചിത തുക ഫീസ് കൂടി ഈടാക്കുക. വാഹനങ്ങളുടെ ഉടമകൾക്കോ ഡ്രൈവർമാർക്കോ ആണ് പിഴ ചുമത്തുക. ഷാർജ കിരീടാവകാശിയും ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിലാണ് തീരുമാനം. വ്യക്തിഗത ഡ്രോൺ ഉപയോഗത്തിനുള്ള വിലക്ക് നീക്കി UAE. പകൽ സമയത്തും നല്ല കാലാവസ്ഥയിലും മാത്രമേ ഡ്രോണുകൾ പറത്താവൂ എന്ന ഉപാധികളോടെയാണ് നിയന്ത്രണം നീക്കിയത്. നിയമം പ്രാബല്യത്തിലായി. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി, നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നിവയുമായി ഏകോപിപ്പിച്ച് നിർദ്ദിഷ്ട സുരക്ഷാ നിയന്ത്രണ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയത്.